എല്ലാവർക്കും നമസ്തേ. 2-3 ദിവസങ്ങളായി ചില ചാനലുകളിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെതിരെ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചില വ്യാജ ആരോപണങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ് ഒതുക്കി തീർക്കുന്നതിനും അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നും ചർച്ചയുടെ വഴി മാറ്റി വിടുന്നത്, അന്വേഷണത്തെക്കുറിച്ചുള്ള ആ ഒരു പൊതുജനങ്ങളുടെ നിരീക്ഷണത്തിനെ വഴി മാറ്റി വിടുന്നതിനും വേണ്ടിയാണോ ഈ വ്യാജ ആരോപണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം, ഈ ശബരിമലയിലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലും നടക്കുന്ന CPM-ൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ളയും ഈ തട്ടിപ്പും എല്ലാം ഇത്രമാത്രം ജനങ്ങളുടെ മുന്നിൽ എത്താൻ കാരണം BJP ആണ്. അവർ ഇത് ഭക്തർക്കൊപ്പം നിന്ന് പൊതു സമൂഹത്തിൽ അതൊരു പ്രക്ഷോഭമായിട്ടും ചർച്ചയായിട്ടുമൊക്കെ കൊണ്ടുവരുന്നത് നമ്മളെല്ലാം കാണുന്നതാണ്. ഇത് കാരണം BJP-യുടെ ഈ സമര പരിപാടികൾ കാരണം ഇക്കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ തന്നെ ചർച്ചയാകാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ അടുത്ത മാസം നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പിന്നീട് ഒരു 5-6 മാസം കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. ഇത് പാർട്ടിക്ക് ദോഷം, അതായത് CPM-ന് ദോഷം ചെയ്യും, BJP-ക്ക് ഗുണകരമാകും എന്ന് കണ്ട് CPM-ൻ്റെ അറിവോടെയും അവരുടെ ഒത്താശയോടെയും കൂടി നടക്കുന്ന ഒരു ഗൂഢനീക്കത്തിൻ്റെ ഫലമല്ലേ ഈ രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള ഈ വ്യാജ ആരോപണം എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ നമ്മൾ സംശയിക്കാൻ ഉള്ള തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾക്കറിയാം, ഈ ഒരു റിപ്പോർട്ടർ ചാനൽ ഈ മുട്ടിൽ മരമുറി കേസിലെ അതിനകത്തിൽ ക്രിമിനൽ കേസ്, അതായത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന 500-ൽ പരം വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള അല്ലെങ്കിൽ പ്രായമുള്ള രാജകീയ മരങ്ങൾ വെട്ടിക്കടത്തിയ ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ റിപ്പോർട്ടർ ചാനൽ. അയാൾക്കെതിരെ ഈ കേസും വേറെ ബാങ്കിനെ തട്ടിച്ച കേസ്, കമ്പനി നടത്തി പൊതുജനങ്ങളെ തട്ടിച്ച കേസ്, കോടികൾ തട്ടിയെടുത്ത കേസുമൊക്കെ നിലവിലുണ്ട്. അങ്ങനെയുള്ള അയാളുടെ ചാനലിൽ കൂടിയാണ് ഈ ചർച്ച മുന്നോട്ട് വച്ചിരിക്കുന്നത്. അയാൾ ഈ ചർച്ച തുടങ്ങിയതോടുകൂടി മുട്ടിൽ മരമുറി കേസിൽ അയാളെ രക്ഷപ്പെടുത്താനുള്ള നീക്കവും തുടങ്ങിയത് നമ്മൾ കാണുന്നുണ്ട്. അതായത് അവിടെ നിന്ന് ആദിവാസികളുടെ ഭൂമിയിൽ നിന്നാണ് ഇയാൾ മരം മുറിച്ച് കടത്തിയത്. ആ പാവങ്ങൾക്കറിയില്ലായിരുന്നു. സർക്കാർ ഉത്തരവ് കൊടുത്തു, അവരുടെ ഭൂമിയിലുള്ള, അവർക്ക് കൃഷി നടത്താനും മറ്റു കാര്യങ്ങൾക്കായിട്ട് അവരുടെ ഭൂമിയിലുള്ള മരങ്ങൾ വെട്ടി മാറ്റാം എന്നൊരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് ഇടിയിച്ചത് തന്നെ ഈ ആൻഡോ അഗസ്റ്റിന് വേണ്ടിയാണോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം ആ ഉത്തരവിൻ്റെ മറവിലാണ് ആൻഡോ അഗസ്റ്റിൻ തുച്ഛമായ വില കൊടുത്ത് ഈ ഭൂവുടമകളായ ആദിവാസികൾക്ക് തുച്ഛമായ വില കൊടുത്തിട്ടാണ് ഈ കോടികൾ വിലമതിക്കുന്ന വൻമരങ്ങൾ, അല്ലെങ്കിൽ രാജകീയ മരങ്ങൾ അയാൾ വെട്ടിക്കടത്തിയത്. ആ കേസിൽ ഇവർ റിമാൻഡിലുമായിരുന്നു, അഗസ്റ്റിൻ സഹോദരന്മാർ. ഈ കേസ് നിലനിൽക്കെ പുതിയൊരു ഉത്തരവുമായി റവന്യൂ വകുപ്പ് രംഗത്തിറങ്ങിയിരിക്കുന്നു. അതായത് ഈ വെട്ടിയെടുത്ത് ഈ പ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാരെ രക്ഷിക്കുന്നതിനായി അവരെ സാക്ഷികളായിട്ടും മാറ്റാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ആദിവാസി വിഭാഗത്തെ, അതായത് ഈ വനവാസി വിഭാഗത്തെ, അവരെ കുറ്റക്കാരാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കും എന്ന് കാണിച്ചുകൊണ്ടാണ്
റവന്യൂ വകുപ്പ് 2 ദിവസം മുമ്പാണ്, ഇപ്പോഴാണ് അത് ചർച്ചയായി തുടങ്ങിയത്, 2 ദിവസമായുള്ളൂ ഉത്തരവിറങ്ങിയത്. അത് ജനം ടി വിയാണ് ആ ചർച്ചയുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്, ആ ഉത്തരവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ BJPക്കെതിരായിട്ട് അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ട് ഇതേപോലെ വ്യാജ ആരോപണങ്ങളുമായി ഇറങ്ങി അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിലൂടെ BJPക്ക് അത് ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കുന്ന ഈ ആൻഡോ അഗസ്റ്റിനെയും സഹോദരങ്ങളെയും രക്ഷിക്കാനുള്ള തത്രപ്പാടിലല്ലേ ഈ എന്താണ് പറയുക, ഈ റവന്യൂ മന്ത്രിയുടെ ഉത്തരവെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച വഴിതിരിച്ച് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിലുള്ള ഈ വ്യാജ ആരോപണം, അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി റിപ്പോർട്ടർ ചാനൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ വ്യാജ ആരോപണം ഒരു വശത്തും, മറുവശത്ത് ഇവർ അടിച്ചു മാറ്റിയ മരങ്ങളുടെ പേരിൽ ഈ പാവപ്പെട്ട വനവാസി വിഭാഗത്തിൻ്റെ നേരെ എടുത്തിരിക്കുന്ന, സത്യത്തെ അവർ സാക്ഷികളെയാണ് ഇവർ പ്രതികളാക്കാൻ ശ്രമിക്കുന്നത്. ഇത് മറുവശത്തും ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വർണ്ണക്കൊള്ള എന്ന അല്ലെ സ്വർണ്ണ തട്ടിപ്പ്, ഭഗവാന്റെ മുതൽ തട്ടിയെടുത്ത ആ ഒരു കേസിനെ കുറിച്ചുള്ള ചർച്ച വഴിമാറിപ്പോകും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയും. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരിടത്തൊരു മോഷണം നടന്നു, അതിൻ്റെ ഉടമ എങ്ങനെയാണ് പ്രതിയാകുക? കള്ളനല്ലേ പ്രതിയാവുകയുള്ളൂ. ഉടമയെ നമ്മൾക്ക് സാക്ഷിയാക്കാം, പ്രതിയാക്കാൻ പറ്റുകയില്ല. ഇത് മോഷ്ടാവിനെ സാക്ഷിയാക്കുന്നു, ഉടമയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള ഈ നീക്കം പൊതുജനങ്ങൾ അത് ശരിയായിട്ട് മനസ്സിലാക്കും എന്നുള്ള കാര്യം ഈ സർക്കാർ ചിന്തിക്കാത്തതാണ് ഏറെ രസകരമായിട്ടുള്ളത്. കാരണം ഇവരുടെ പേരിലുള്ള ഈ കേസിനെ കുറിച്ച് പൊതുജനങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ വലിയ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകുന്നതും, അപ്പോൾ ഇവർ കിടന്ന് അലറി വിളിക്കുന്നതൊക്കെ പൊതുജനങ്ങളെല്ലാം കണ്ടിട്ട് അവരുടെ മനസ്സിൽ നിന്നത് മായുന്നതിന് മുമ്പാണ് ഈ രീതിയിലുള്ള തട്ടിപ്പും തരികിടയുമായിട്ട് സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയും. നിയമസഭയിൽ ചർച്ചയാക്കാൻ കോൺഗ്രസ് തയ്യാറായാൽ അത് ചർച്ചയാക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യം ഈ ഉത്തരവുമായി ഇറങ്ങിയിരിക്കുന്ന മന്ത്രിക്ക് എന്തുകൊണ്ടില്ല എന്നുള്ള, അതോ ഇങ്ങനെ ചർച്ചയായാലും ഞങ്ങൾക്ക് ജനങ്ങളെ ഭയമില്ല, ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് നടപ്പാക്കുന്നത് എന്നുള്ള ആ ധാർഷ്ട്യമാണോ ഇതിന് പിന്നിൽ എന്ന കാര്യം നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധാർഷ്ട്യവും നിങ്ങളുടെ തന്നിഷ്ടവും നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മാത്രം കാണിച്ചാൽ മതി എന്നുള്ള ഒരു ശക്തമായ നിലപാടെടുത്തുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പൊതുജനങ്ങൾ പ്രതികരിക്കും എന്നുള്ള കാര്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ മറക്കാതിരിക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.